ഹായ് ഹലോ വെൽക്കം ടു അറിവുള്ള ലേണിംഗ് ദ കംപ്ലീറ്റ് ചാനൽ ഫോർ ടീച്ചേഴ്സ്. മനഃശാസ്ത്ര ചിന്താധാരകൾ സ്കൂൾസ് ഓഫ് സൈക്കോളജി എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മനുഷ്യന്റെ മനസ്സിനെ പറ്റിയിട്ടും മനുഷ്യന്റെ പെരുമാറ്റത്തെ പറ്റിയിട്ടും വിവിധ മനഃശാസ്ത്രജ്ഞർ മുന്നോട്ട് വെച്ച ആശയങ്ങളെയാണ് മനഃശാസ്ത്ര ചിന്താധാരകൾ അല്ലെങ്കിൽ സ്കൂൾസ് ഓഫ് സൈക്കോളജി എന്ന് പറയുന്നത്. ഓരോ ചിന്താധാരയും മനുഷ്യനെ ഓരോ രീതിയിലാണ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ കാണാൻ ശ്രമിച്ചിട്ടുള്ളത്. ഈ വീഡിയോയിൽ പ്രധാനപ്പെട്ട മനഃശാസ്ത്ര ചിന്താധാരകൾ, അതിന്റെ പ്രധാന പോയിന്റ്സ്, അതിന്റെ സപ്പോർട്ടേഴ്സ്, ആരൊക്കെയാണ് സ്ഥാപകർ, അതിന്റെ ഡീമെറിറ്റ്സ് തുടങ്ങിയ കാര്യങ്ങളായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ മറ്റു കൂട്ടുകാരിലേക്ക് എത്തിക്കാം. നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. സോ ആദ്യമായിട്ട് സ്ട്രക്ചറലിസം അല്ലെങ്കിൽ ഘടനാവാദം. ഇതിന്റെ ഒരു കോർ പോയിന്റ് എന്ന് പറയുന്നത് മനസ്സിന്റെ ഘടനയെക്കുറിച്ചിട്ടും മനസ്സിന്റെ ഘടകങ്ങളെ കുറിച്ചുള്ള പഠനത്തിനാണ് യഥാർത്ഥത്തിൽ സ്ട്രക്ചറലിസം അല്ലെങ്കിൽ ഘടനാവാദം എന്ന് പറയുന്നത്. മനഃശാസ്ത്ര പഠന രീതികളിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഒരു സമീപന രീതിയാണ് ഘടനാവാദം എന്ന് പറഞ്ഞിട്ടുള്ളത്. ജർമ്മൻ ദാർശനികനായിട്ടുള്ള വില്യം വൂണ്ടാണ് ഇതിന് തുടക്കം കുറിച്ചിട്ടുള്ളത്. വില്യം വൂണ്ടാണ് ഘടനാവാദത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. നമുക്കറിയാം സൈക്കോളജി അഥവാ മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും വില്യം വൂണ്ടാണ്. അദ്ദേഹത്തിന്റെ വലിയ ഒരു സംഭാവനയാണ് ഘടനാവാദം എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ ഈ ആശയത്തോട് യോജിപ്പുള്ള ആൾക്കാരായിരുന്നു ഈ മൂന്ന് പേര്, ടിച്ചനർ, ഫെച്ചിനർ, വെബർ എന്ന് പറയുന്നത്. 1879 ലിപ്സിക് സർവകലാശാലയിൽ അദ്ദേഹം ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിച്ചു. മനസ്സിനെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനത്തിന് അതിന്റെ ഘടകങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കണമെന്നും അദ്ദേഹം വാദിച്ചു. സംവേദനങ്ങൾ അഥവാ സെൻസേഷൻസ്, ബിംബങ്ങൾ എന്ന് വെച്ചാൽ ഇമേജസ്, സ്മൃതികൾ എന്ന് പറഞ്ഞാൽ ഓർമ്മ അല്ലെങ്കിൽ മെമ്മറീസ്, വികാരങ്ങൾ അഥവാ ഫീലിങ്സ്, ഇത്രയും കാര്യങ്ങളാണ് മനസ്സിന്റെ 4 ഘടകങ്ങളായിട്ട് കൊടുത്തിട്ടുള്ളത്. ബോധത്തോടുകൂടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ബോധപൂർവമായ അനുഭവങ്ങളുടെ പഠനത്തിലാണ് മനഃശാസ്ത്രം കേന്ദ്രീകരിക്കേണ്ടത് അല്ലെങ്കിൽ മനഃശാസ്ത്ര പഠനം കേന്ദ്രീകരിക്കേണ്ടത് എന്ന് അദ്ദേഹം വാദിച്ചു. മനസ്സിനെ കുറിച്ച് പഠിക്കുന്നതിനായിട്ട് ആത്മനിഷ്ഠ രീതി അല്ലെങ്കിൽ ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് അദ്ദേഹം അവതരിപ്പിച്ചു. ആത്മനിഷ്ഠ രീതി സ്ട്രക്ചറലിസം ആയിട്ട് റിലേറ്റഡ് ആണ്. നമ്മൾ നമ്മളെ ഉള്ളിലേക്ക് നോക്കുന്നതിനാണ് ആത്മനിഷ്ഠ രീതി എന്ന് പറയുന്നത്. മനുഷ്യന്റെ ധർമ്മം അറിയണമെങ്കിൽ അതിന്റെ ഘടന അല്ലെങ്കിൽ സ്ട്രക്ചർ അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യമാണെന്ന് കൂടെ അദ്ദേഹം കൂടിച്ചേർക്കുകയുണ്ടായി. പിന്നീട് ഇതിന്റെ പ്രധാനപ്പെട്ട ഡ്രോബാക്സിലേക്ക് അല്ലെങ്കിൽ പോരായ്മകളിലേക്ക് വരുന്ന ടൈമിൽ ഇത് മനുഷ്യന്റെ ആന്തരിക പെരുമാറ്റവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായിട്ട് അളക്കാനോ നിരീക്ഷിക്കാനോ പറ്റില്ല. അതായത് ഇത് എന്ന് പറഞ്ഞാൽ നമ്മളെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ്, നമ്മൾ തന്നെയാണ് നോക്കുന്നത്. പുറത്ത് നിന്ന് ഒരാൾക്ക് ഇതിന്റെ ഇന്റൻസിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല. പിന്നെ വേറെ വലിയൊരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ കുട്ടികളിലും മൃഗങ്ങളിലും മാനസികമായിട്ട് പ്രശ്നമുള്ളവരിൽ ഈ ആശയം ഒരിക്കലും നടപ്പിലാക്കാൻ സാധിക്കില്ല. ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് തന്നെ ഇതൊരിക്കലും ഈ 3 വിഭാഗത്തിൽ ആൾക്കാരുകളിൽ എന്ത് ചെയ്യാനില്ല, നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയില്ല. അത് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. ഇത്രയും കാര്യങ്ങളാണ് അതിന്റെ ഡ്രോബാക്സ് എന്ന് പറഞ്ഞു വരുന്നത്. സ്കൂൾസ് ഓഫ് സൈക്കോളജിയിലെ നെക്സ്റ്റ് സെക്ഷനാണ് ഫങ്ഷണലിസം അഥവാ ധർമ്മവാദം എന്ന് പറഞ്ഞത്. ഘടനാവാദത്തിനെതിരെ രൂപം കൊണ്ട മനഃശാസ്ത്ര ചിന്താധാരയാണ് ധർമ്മവാദം എന്ന് പറയുന്നത്. പൂർണ്ണമായിട്ട് അങ്ങനെയല്ല, ഘടന മാത്രം പഠിച്ചാൽ പോരാ എന്ന് പറഞ്ഞുകൊണ്ട് വന്ന ഒരു ചിന്താധാരയാണ് ഈ ധർമ്മവാദം എന്ന് പറഞ്ഞത്. അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള വില്യം ജെയിംസ് ആണ് ഫങ്ഷണലിസത്തിന്റെ സ്ഥാപകൻ അല്ലെങ്കിൽ ഫാദർ ഓഫ് ഫങ്ഷണലിസം എന്നറിയപ്പെട്ടത്. തോണ്ടേക്ക്, കാറ്റിൽ, വുഡ്വർത്ത് ഈ 3 പേരാണ് പ്രധാനമായിട്ടും ധർമ്മവാദത്തിന്റെ സപ്പോർട്ടേഴ്സ് അല്ലെങ്കിൽ ഈ ആശയത്തോട് പൂർണ്ണമായിട്ട് യോജിച്ച ആൾക്കാർ എന്ന് പറയുന്നത്. മനസ്സിന്റെ ഘടകങ്ങളിൽ ശ്രദ്ധിക്കുന്നതിന് പകരം മനസ്സിന്റെ ധർമ്മത്തിലാണ് ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ ഒന്നുകൂടെ ഫോക്കസ് കൊടുക്കേണ്ടത് എന്നാണ് ഇവർ പ്രധാനമായിട്ടും വാദിച്ചിരുന്നത്. മനുഷ്യനെ പരിസരവുമായി പൊരുത്തപ്പെട്ട് ജീവിക്കാൻ സഹായിക്കുന്നതാണ് മനസ്സിന്റെ പ്രധാന ധർമ്മം എന്നാണ് അദ്ദേഹം വാദിച്ചിരുന്നത്. അതായത് നമ്മൾ നമ്മുടെ ചുറ്റുപാടുമായിട്ട് നല്ലൊരു ബന്ധത്തിലാണ് പോവേണ്ടത്, നന്നായിട്ട് ഇണങ്ങി പോകണം എന്നുള്ള കാര്യങ്ങളാണ് മനസ്സിന്റെ ധർമ്മം എന്ന് പറയുന്നത് എന്നാണ് അദ്ദേഹം വാദിച്ചത്. കൂടാതെ പഠനം, ഓർമ്മ, പ്രചോദനം, പ്രശ്നപരിഹരണം തുടങ്ങിയ മനസ്സിന്റെ ധർമ്മങ്ങളായിരിക്കണം മനഃശാസ്ത്രത്തിന്റെ പ്രധാന പഠന വിഷയമെന്ന് ധർമ്മവാദം മുന്നോട്ട് വെക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഫങ്ഷണലിസം എന്ന ഭാഗത്ത് വരുന്നത്. അടുത്തതായിട്ട് ബിഹേവിയറിസം അല്ലെങ്കിൽ വ്യവഹാരവാദം, ചേഷ്ടവാദം, അതായത് മനുഷ്യന്റെ പെരുമാറ്റത്തെ കുറിച്ചിട്ടുള്ള പഠനത്തിനെയാണ് ഇത് പറയുന്നത്. നമുക്ക് എന്തൊക്കെയാണെങ്കിലും നോക്കാം. ഘടനാവാദത്തെയും ധർമ്മവാദത്തെയും എതിർത്ത് വന്നിട്ടുള്ള ഒരു ആശയം കൂടിയാണ് വ്യവഹാരവാദം എന്ന് പറയുന്നത്. JB വാട്സൺ ആണ് വ്യവഹാരവാദം അല്ലെങ്കിൽ ചേഷ്ടവാദത്തിന്റെ പിതാവ്, സ്ഥാപകൻ എന്ന് പറയുന്നത്. മനഃശാസ്ത്രം വ്യവഹാരങ്ങളെ കുറിച്ചുള്ള പഠനത്തിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വ്യവഹാരവാദം നിരീക്ഷിക്കാവുന്ന പെരുമാറ്റത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അതായത് നമ്മൾ ഒരാളുടെ പെരുമാറ്റത്തെക്കുറിച്ചാണ് പഠിക്കേണ്ടത്, അല്ലാതെ അതിന്റെ ധർമ്മത്തെക്കുറിച്ചോ ഘടകങ്ങളെക്കുറിച്ചോ ഒന്നും പഠിച്ചിട്ട് കാര്യമില്ല എന്നാണ് ജോൺ ബി വാട്സൺ മുന്നോട്ട് വെക്കുന്നത്. നമ്മൾ കാണുന്ന പെരുമാറ്റത്തിലാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്നുകൂടി അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. ആന്തരിക വ്യവഹാരങ്ങൾ, അതായത് മനസ്സ്, ബോധാനുഭവങ്ങൾ, വികാരങ്ങൾ, ഇത്രയും കാര്യങ്ങൾ നേരിട്ട് നിരീക്ഷിക്കാനും മാപനം നടത്തുവാനും കഴിയില്ലെന്നും
ബാഹ്യമായ വ്യവഹാരങ്ങൾ അഥവാ ഓവേർട്ട് ബിഹേവിയർ നിരീക്ഷിക്കാനും അളക്കാനും ചെയ്തുകൊണ്ടുള്ള പഠനമാണ് മനഃശാസ്ത്രം മുന്നോട്ട് വയ്ക്കേണ്ടത്. അതായത് നമ്മുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ പുറത്ത് നിന്ന് കാണാൻ കഴിയില്ല. അങ്ങനെയുള്ള ബിഹേവിയറിന് അല്ലെങ്കിൽ പെരുമാറ്റത്തെയാണ് നമ്മൾ കോവേർട്ട് ബിഹേവിയർ എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് വേറൊരാളെ കാണാനും അളക്കാനും കഴിയുന്ന ബിഹേവിയറിനെയാണ് ഓവേർട്ട് ബിഹേവിയർ. അതാണ് ഇപ്പോൾ ഇതിൽ സൂചിപ്പിച്ചിട്ടുള്ളത്, ഓവേർട്ട് ബിഹേവിയർ എന്ന് പറയുന്നത്. ഈ 4 പേരാണ് വ്യവഹാരവാദത്തോട് പ്രധാനമായിട്ടും അനുകൂലിച്ചിരുന്നത്: BF സ്കിന്നർ, ഇവാൻ പാവ്ലോവ്, ടോൾമാൻ ആൻഡ് ഹുൾ. സോ ഇത്രയും കാര്യങ്ങളാണ് വ്യവഹാരവാദം അല്ലെങ്കിൽ ബിഹേവിയറിസം എന്ന് പറഞ്ഞ ഈ ഒരു ഭാഗത്തിൽ വരുന്നത്. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ചിന്താധാരയാണ് സമഗ്രതാവാദം അല്ലെങ്കിൽ ഗസ്റ്റാർഡ് സൈക്കോളജി എന്ന് പറഞ്ഞത്. വ്യവഹാരവാദത്തെ എതിർത്തുകൊണ്ട് വന്നിട്ടുള്ള ചിന്താധാരയാണിത്. മാക്സ് വെർത്തൈമർ ആണ് ഈ ചിന്താധാരക്ക് തുടക്കം കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇതിന്റെ സ്ഥാപകൻ എന്ന് പറഞ്ഞത്. കെർട്ട് കൊഫ്ക ആൻഡ് വോൾഫ്ഗാങ് കൊഹ്ലർ ആണ് പിന്നീട് ഈ ചിന്തയെ ഒന്നുകൂടെ വികസിപ്പിച്ചെടുത്തത്. ഭാഗങ്ങളുടെ ആകെതുകയേക്കാൾ മെച്ചപ്പെട്ടതും അർത്ഥവത്തായതുമാണ് സമഗ്രത, ഹോൾ. ഇതാണ് സമഗ്രതാവാദത്തിന്റെ കേന്ദ്ര ആശയം എന്ന് പറഞ്ഞത്. ദ ഹോൾ ഈസ് ഗ്രേറ്റർ ദാൻ സം ഓഫ് ഇറ്റ്സ് പാർട്സ്. വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വസ്തുവിനെയോ സംഭവത്തെയോ അതിന്റെ ഓരോ ഭാഗങ്ങളായിട്ട് വേർതിരിച്ച് പഠിക്കുന്നതിനേക്കാൾ നല്ലത് മൊത്തത്തിലുള്ള രൂപത്തിൽ മനസ്സിലാക്കണം എന്നാണ് സമഗ്രതാവാദം പറയുന്നത്. സമഗ്രതയെ വിശദീകരിക്കുന്നതിന് ഇൻസൈറ്റ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വോൾഫ്ഗാങ് കൊഹ്ലർ ആണ്. ഒരു പ്രശ്ന പരിഹരണത്തിനായി പെട്ടെന്നുള്ളതും പുതിയതുമായ ഒരു രീതി കണ്ടെത്തുന്നതാണ് ഉൾക്കാഴ്ച അല്ലെങ്കിൽ ഇൻസൈറ്റ് എന്ന് പറയുന്നത്. ശേഷം ഇതിൽ തന്നെ വരുന്നതാണ് ഗസ്റ്റാർഡ് ലോസ്, പഠനത്തിലെ സമഗ്ര നിയമങ്ങൾ എന്ന് പറഞ്ഞത്. പ്രധാനമായിട്ടും 4 എണ്ണാണുള്ളത്, 4 കൂടുതലുണ്ട്. പ്രധാനമായിട്ടും 4 കാര്യങ്ങളാണുള്ളത്. നമുക്ക് ഏതൊക്കെയാണ് ആ നിയമങ്ങൾ എന്നുള്ളത് നോക്കാം. ഒന്നാമത്തതാണ് സാദൃശ്യ നിയമം, ലോ ഓഫ് സിമിലാരിറ്റി എന്ന് പറഞ്ഞത്. നിറം, ആകൃതി, വലിപ്പം, രൂപം തുടങ്ങിയ കാര്യങ്ങൾ ഒരേപോലെയുള്ള ഘടകങ്ങളെ മനുഷ്യൻ ഒരേ ഗ്രൂപ്പായി കാണുന്ന പ്രവണതയാണ് സാദൃശ്യ നിയമം എന്ന് പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ, ഇവിടെ ചുവന്നവയും കറുത്തവയും 2 വ്യത്യസ്ത ഗ്രൂപ്പുകളായിട്ട് തന്നെ നാം തിരിച്ചറിയുന്നുണ്ട്. പിന്നെ വരുന്നതാണ് സാമീപ്യ നിയമം, ലോ ഓഫ് പ്രോക്സിമിറ്റി എന്ന് പറയുന്നത്. പരസ്പരം അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഘടകങ്ങളെ ഒരു ഗ്രൂപ്പായി മനസ്സ് കാണുന്ന പ്രവണതയാണ് സാമീപ്യ നിയമം എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് ഇവിടെ 6 വൃത്തങ്ങൾ ഉണ്ടായിട്ട് നാം അവയെ 2 ഗ്രൂപ്പായിട്ടാണ് കാണുന്നത്. മൂന്നാമത്തെ നിയമമാണ് പരിപൂർണതാ നിയമം, ലോ ഓഫ് ക്ലോഷർ. അപൂർണമായ ചിത്രങ്ങളെയോ രൂപങ്ങളെയോ പോലും പൂർണ്ണ രൂപത്തിൽ മനസ്സ് ഗ്രഹിക്കുന്ന പ്രവണതയാണ് പരിപൂർണതാ നിയമം എന്ന് പറയുന്നത്. ഉദാഹരണമായി, ഒരു വൃത്തത്തിന്റെ ചെറിയ ഭാഗം ഇല്ലെങ്കിലും നാം അതിനെ ഒരു പൂർണ്ണ വൃത്തമായിട്ട് തിരിച്ചറിയുന്നു. അവസാനമായിട്ട് വരുന്നതാണ് തുടർച്ചാ നിയമം, ലോ ഓഫ് കണ്ടിന്യൂറ്റി. ഒരു രേഖയോ രൂപമോ തുടർച്ചയായി നീളുന്നതായി മനസ്സ് ഗ്രഹിക്കുന്ന പ്രവണതയാണ് തുടർച്ചാ നിയമം എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് 2 രേഖകൾ പരസ്പരം മുറിച്ചു കടന്നാൽ അവ വേർപെട്ട ഭാഗങ്ങളായി അല്ലാതെ തുടർച്ചയായ രേഖകളായിട്ട് നാം കാണുന്നു. സോ ഇത്രയും മനഃശാസ്ത്ര ചിന്താധാരകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത്. തൊട്ടടുത്ത വീഡിയോയിൽ നമ്മൾ ബാക്കി മനഃശാസ്ത്ര ചിന്താധാരകൾ കൂടി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ മറ്റു കൂട്ടുകാരിലേക്ക് എത്തിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.